നേർമൊഴി. ഇന്ന് നേർമൊഴിയിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ VP ജഗതി രാജുമായി G. സന്തോഷ് കുമാർ നടത്തുന്ന അഭിമുഖം കേൾക്കാം. യോഗ്യരായ എല്ലാവർക്കും ഉന്നത വിദ്യാഭ്യാസത്തിന് അവസരം പ്രദാനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. വിദ്യ കൊണ്ട് സ്വതന്ത്രരാവുക എന്ന ഗുരുവചനം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഈ യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടുതൽ നമ്മോട് സംസാരിക്കുന്നത് പ്രൊഫസർ VP ജഗതി രാജ്. അദ്ദേഹം വൈസ് ചാൻസലറാണ് യൂണിവേഴ്സിറ്റിയുടെ. അദ്ദേഹത്തോട് തന്നെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ഈ യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തന ലക്ഷ്യം എന്താണ്? പഠിക്കാൻ താല്പര്യമുള്ള ആർക്കും ഏജ് ലിമിറ്റ് ഇല്ലാതെയും ഹയർ എഡ്യൂക്കേഷൻ അവസരം കൊടുക്കുക എന്നുള്ളതാണ്. ഈ പഠിക്കുന്നത് നമ്മൾ ജോലിക്ക് വേണ്ടി മാത്രമല്ലല്ലോ. നമ്മളവിടെ 18 വയസ്സ് തൊട്ട് 85 വയസ്സുള്ളവർ പഠിക്കുന്നുണ്ട്. എലിജിബിലിറ്റി ആയിട്ടുള്ള, അതായത് +2 അല്ലെങ്കിൽ തുല്യതാ പരീക്ഷ അല്ലെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞ് മിനിമം 2 വർഷത്തെ ഗവൺമെൻറ് ഡിപ്ലോമ ഉണ്ടെങ്കിൽ അവർക്ക് ഏത് UG പ്രോഗ്രാമും ചെയ്യാം. അതുപോലെ ഏത് ഡിഗ്രി ഉണ്ടെങ്കിൽ അവിടെ ഏത് PG പ്രോഗ്രാം ചെയ്യാം. പണ്ട് നമുക്ക് MA മലയാളം വേണമെങ്കിൽ BA മലയാളം വേണ്ട. ഇവിടെ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ BA ഹിന്ദി എടുത്തവർക്ക് വേണമെങ്കിൽ അവിടെ MBAക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ MCAക്ക് ജോയിൻ ചെയ്യാം. എന്തെങ്കിലും പഠിക്കാൻ ഡിഫിക്കൽറ്റി ഉണ്ടെങ്കിൽ നമ്മൾ ബ്രിഡ്ജ് കോഴ്സ് നടത്തി. ഇപ്പോൾ ഈ പ്രധാനമായിട്ടും യൂണിവേഴ്സിറ്റി എയിം ചെയ്യുന്നത് ഏതെങ്കിലും സർവീസ് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യം ഒരുക്കുക എന്നുള്ളതാണോ? അത് മാത്രമല്ല സാറേ, നമ്മുടെ 50% റെഗുലർ സ്റ്റുഡൻസാണ് മറ്റുള്ള കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നത്. നമ്മുടെ പാസ് പെർസെൻറ്റേജ് നിങ്ങൾ കണ്ടിട്ടില്ല, +2ൻ്റെ 90-95%. അത്ര എല്ലാവർക്കും നമുക്ക് റെഗുലർ കോളേജിൽ ക്യാറ്റർ ചെയ്യാൻ പറ്റത്തില്ല. അവിടെ ഒരു അത്താണിയാണ് നമ്മൾ. അപ്പം അങ്ങനെ തന്നെ വരുന്നൊരു 50%. പിന്നെ സാറ് പറഞ്ഞോണം എല്ലാ ഇടയ്ക്ക് വെച്ച് പഠിത്തം നിർത്തി പോയവർ ഇപ്പം ഗൾഫിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് ജോയിൻ ചെയ്യുന്നു. കേരളത്തിന് ഡിഫൻസിൽ വർക്ക് ചെയ്യുന്നവർ ജോയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ റിട്ടയറായിട്ടൊരു ജോയിൻ ചെയ്യുന്നു. പണ്ട് ഡിഗ്രി എടുക്കാൻ പറ്റാത്തവർ ജോയിൻ ചെയ്യുന്നു. വീട്ടമ്മമാർ ജോയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ സമൂഹത്തിൻ്റെ എല്ലാ ആൾക്കാർക്കും പഠിക്കാനുള്ള ഒരു അവസരം ചെയ്യുന്നതാണ്. ഇപ്പം നമ്മൾ തുടങ്ങിയിട്ട് 4 വർഷമായുള്ളൂ. ഇപ്പോൾ 84,000 സ്റ്റുഡൻസ് അവിടെ പഠിക്കുന്നുണ്ട്. കൊല്ലത്താണ് ആസ്ഥാനം. കൊല്ലത്ത് ആസ്ഥാനം. അടുത്ത വർഷം ഇപ്പോൾ അഡ്മിഷൻ തുടങ്ങിയിട്ട് ജൂലൈ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാം. നമ്മുടെ സൈറ്റ് പോർട്ടലിൽ പോയ എൻ്റെ കംപ്ലീറ്റ് കോഴ്സിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം കിട്ടാം. നമ്മൾ ഈ വർഷം 1.25 ലക്ഷം സ്റ്റുഡൻസിനാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയാൽ ഇപ്പം കേരളത്തിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ ഹയർ എഡ്യൂക്കേഷൻ ചെയ്യുന്ന കുട്ടികളിൽ എത്ര % ഒരുപക്ഷെ ഈ യൂണിവേഴ്സിറ്റി ഡയറക്റ്റ് ക്യാറ്റർ ചെയ്യുന്നുണ്ട്. എല്ലാ യൂണിവേഴ്സിറ്റി ഈ അഫിലിയേറ്റഡ് കോളേജ് അല്ല ഞാൻ ഈ പറയുന്നത്. അതിനകത്ത് വന്നിട്ട് ഇപ്പം കഴിഞ്ഞ ഏപ്രിൽ ഒരു ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ സർവേ ഇറങ്ങിയിട്ടുണ്ട്. അതിനകത്ത് അതായത് 24-25 ഡേറ്റ വെച്ചിട്ടാണ്. അന്ന് 67,000. അപ്പം നമ്മൾ 43% ഈ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ക്യാറ്റർ ചെയ്യുന്നത്. അതിപ്പോൾ ഈ 26 ആകുമ്പോൾ ഇപ്പം തന്നെ 84, അതെന്ന് 50% എബോവും. 4 വർഷം കൊണ്ടുള്ള ഡെവലപ്മെൻറ്റാണ്. പ്രധാനമായിട്ടും യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്ന കോഴ്സുകൾ ഏതൊക്കെയാണെന്ന്? 31 പ്രോഗ്രാമുണ്ട്. അത് 17 UG, 14 PG. അതിൽ 6 എണ്ണം നമ്മൾ 4 ഇയർ പ്രോഗ്രാമിലൂടെ NEP പ്രകാരമുള്ള. അത് ഇന്ത്യയിൽ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ഞങ്ങളത്. അതെന്ന് വെച്ചാൽ NEP അറിയാമല്ലേ, നമ്മളിപ്പം ഈ ഗവൺമെൻറ് റൂൾസ് അനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. NEP ഫുള്ളായിട്ട് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ലല്ലോ. നമ്മളിപ്പോൾ ഈ 4 ഇയർ ജോയിൻ ചെയ്തെങ്കിൽ 3 ഇയർ എക്സിസ്റ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഡിഗ്രി ആയിട്ട് ഇറങ്ങുക. അത് 4 ഇയർ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ വിത്ത് ഓണേഴ്സ്. പിന്നെ 11 എണ്ണം നമ്മൾ 3 ഇയറിലാണ് കണ്ടിരിക്കുന്നത്. അടുത്ത വർഷം ഈ 17 പ്രോഗ്രാമും 4 ഇയറിലോട്ട് പോവുകയാണ്. അതിൻ്റെ എല്ലാം റെഗുലേഷനെല്ലാം റെഡിയായി. ഡിഗ്രി പ്രോഗ്രാം BA മലയാളം, ഇംഗ്ലീഷ്, സംസ്കൃതം, ഹിസ്റ്ററി, ജോഗ്രഫി, പിന്നെ അതുപോലെ സോഷ്യോളജി, പിന്നെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ഹിന്ദി, അങ്ങനെയുള്ള എല്ലാ ഒരുവിധം. നമ്മൾ ഈ യൂണിവേഴ്സിറ്റി തുടങ്ങിയത് മറ്റുള്ള യൂണിവേഴ്സിറ്റി നടത്തിയിരുന്ന ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എല്ലാം കൂടെ ഒരു അമ്പലയുടെ കീഴിൽ. അപ്പോൾ ഫസ്റ്റ് ഫേസായിട്ട് നമുക്ക് ആ കോഴ്സ് എല്ലാം തുടങ്ങണമായിരുന്നു. അത് തുടങ്ങി. ഇപ്പോൾ നമ്മൾ സെക്കൻഡ് ഫേസായിട്ട് ഇപ്പം BSc ഡാറ്റാ സയൻസ് ആൻഡ് അനലിറ്റിക്സ് എന്ന് പറഞ്ഞൊരു കോഴ്സ് തുടങ്ങി. മൾട്ടിമീഡിയ തുടങ്ങി. MBA MCA തുടങ്ങി. BBA BCA തുടങ്ങി. പിന്നെ പബ്ലിക് ഇതുപോലെ നമ്മളിപ്പം മൾട്ടിമീഡിയ തുടങ്ങാൻ പോകണം. അടുത്ത വർഷം നമ്മൾ MSW, BSW, BA പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, B.Ed NCTയുടെ അപ്രൂവൽ കിട്ടുകയാണെങ്കിൽ B.Ed തുടങ്ങാൻ പരിപാടിയുണ്ട്. നമ്മളിപ്പോൾ സയൻസ് സ്ട്രീമിലോട്ട് പോവുക. MSc മാത്തമാറ്റിക്സ് അടുത്ത വർഷം ഓഫർ ചെയ്യുന്നുണ്ട്. ബാക്കി ഫിസിക്സും കെമിസ്ട്രി എല്ലാം അടുത്ത വർഷം. നമ്മളൊരു വിർച്വൽ ലാബ് ക്രിയേറ്റ് ചെയ്യും. ഇവർക്ക് പ്രാക്ടിക്കൽ വേണമല്ലോ. ഇപ്പോൾ ഒരു AI ബേസ്ഡ് ഒരു വിർച്വൽ ലാബിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക. അത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സയൻസ് സബ്ജക്റ്റൂടെ. സയൻസ് സബ്ജക്റ്റുകളാകുമ്പം പ്രാക്ടിക്കൽ കമ്പൽസറി ആണല്ലോ. കമ്പൽസറി. അത് 5 LSC ലേണിംഗ് സപ്പോർട്ട് സെൻറ്റേഴ്സ് ആൾ ഓവർ ദ കേരളയുണ്ട്. അതെന്ന് പറഞ്ഞാൽ എയ്ഡഡ് കോളേജും മറ്റ് അഫിലിയേറ്റഡ് കോളേജൊക്കെ അവിടെ ഈ ലാബ് ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട്. അവർ ഞായറാഴ്ചകളിലല്ലേ നമ്മൾ നടത്തുന്നത്. അപ്പോൾ ആ ഫെസിലിറ്റീസ് ഉപയോഗിച്ചാൽ നമ്മൾ ഈ ലാബെല്ലാം നടത്തുന്നത്. അപ്പോൾ ഇങ്ങനെ പഠിക്കുന്ന കുട്ടികൾക്ക് ആ സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ കഴിയും. പിന്നെ
അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഫീസ് കൊടുക്കുകയോ അങ്ങനെ പിന്നെ നമ്മൾ നല്ലൊരു ഓണറേറിയം കൊടുക്കുന്നുണ്ടല്ലേ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്, അതുകൊണ്ടല്ലേ അവർ അസോസിയേറ്റ്. നമുക്ക് ഓൺ ഫെസിലിറ്റീസ് ഇല്ലല്ലോ, നമ്മളിതെല്ലാം ഹയർഡ് ഫെസിലിറ്റീസാണ്. അപ്പോൾ അവർക്ക് നല്ലൊരു പാക്കേജാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ 44 എണ്ണമാണ്, അത് നമ്മളൊരു 65-70 ആക്കാൻ ഇപ്പോൾ ഇൻസ്പെക്ഷൻ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ കുട്ടികളെ കൺവീനിയൻസ് വെച്ചിട്ട് വീട്ടിൽ നിന്ന് വന്നു പോയി പഠിക്കുക എന്ന് വെച്ചാൽ ഈ പ്രായമായുണ്ടല്ലോ, അപ്പോൾ അവർക്ക് വലിയ യാത്ര ചെയ്ത് വരാത്ത രീതിയിൽ അത് ഇപ്പോൾ ഞാൻ ചാർജ് എടുക്കുമ്പോൾ 22 ഉള്ളായിരുന്നു. 2 വർഷം കൊണ്ട് ഞാനിപ്പോൾ 45 ആക്കി, അടുത്ത വർഷം അത് 10-15 ആക്കും. അപ്പം കുട്ടികളെ കൺവീനിയൻസ് വലിയ യാത്ര ചെയ്യാതെ വന്ന് ഞായറാഴ്ചകളല്ലേ പോയി പഠിക്കാനുള്ള സൗകര്യം നമ്മൾ ഒഴുകുന്നു. അതുപോലെ എക്സാം സെൻറ്റർ തന്നെ 60 എണ്ണം ഉണ്ട്. അവരെ വീട്ടിനടുത്ത് ഏകദേശം വന്ന് പരീക്ഷ എഴുതാനുള്ള എല്ലാ അവസരവും. യൂണിവേഴ്സിറ്റിയിലേക്കുള്ള അഡ്മിഷൻ്റെ നടപടിക്രമം എങ്ങനെയാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, എലിജിബിലിറ്റി ഒരു പോർട്ടലുണ്ട്, erp.sgoi.ac. അതിൽ കയറി രജിസ്റ്റർ ചെയ്യുമ്പോൾ പോർട്ടൽ ഓപ്പൺ ആണ്. ഫീസൊക്കെ വളരെ കുറവ്, 15,000 തൊട്ട് 20,000 രൂപ വരുന്നുള്ളൂ. MBAക്ക് നമ്മൾ 40,000 രൂപയുള്ളൂ മൊത്തം, ഒരു സെമസ്റ്ററിൽ 10,000 രൂപ. 15,000 തൊട്ട് 20,000 എന്ന് പറയുന്നത് ഏത് കോഴ്സുകൾക്കാണ്? അത് ഡിഗ്രി പ്രോഗ്രാമും PG ഉണ്ട്. അത് ചില കോഴ്സിന് ലാഭം ഉണ്ടെങ്കിൽ ചെറിയൊരു വ്യത്യാസം, അതാണ് ഞാൻ റേഞ്ച് പറഞ്ഞു. മറ്റേതല്ലെങ്കിൽ ഒരു 15,000-16,000 രൂപ മൊത്തം. അതിൽ MBA MCAക്ക് 40,000 രൂപയുള്ളൂ. എന്ന് വെച്ചാൽ ഇതിനകത്ത് ക്വാളിറ്റി കോംപ്രമൈസ് ഒന്നുമില്ല കേട്ടോ. നമ്മുടെ എഴുതി ഒരു കുട്ടിക്ക് IAS കിട്ടി തവണ, പിന്നെ നെറ്റ് ക്വാളിഫൈഡ് പെർസെൻറ്റേജ് എടുത്താൽ ടോട്ടൽ നമ്പർ അല്ല എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സിറ്റി പെർസെൻറ്റേജ്, നമ്മുടെ USP എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ അല്ല, അത് മാത്രം വായിച്ചിട്ടാണ് ഇവർ നെറ്റും GRF ഒക്കെ എഴുതുന്നത്. നമുക്ക് ഒരുപാട് അപ്രീസിയേഷൻ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ LSE എന്ന് പറഞ്ഞ മഹാരാജാസ്, ഇല്ല മാറിവാന്യാസ്, അതുപോലെ ഫേമസ് കോളേജാണ് നമ്മുടെ. ഇപ്പം പണ്ട് കുട്ടികൾ ഈ മഹാരാജാസ് പഠിക്കാൻ താല്പര്യപ്പെട്ടിരുന്നത്, ഇപ്പോൾ പലരും പറഞ്ഞിട്ടുണ്ട് എനിക്ക് മഹാരാജാസിലൊന്ന് പഠിക്കണം, അതുകൊണ്ട് ഈ കോഴ്സിന് ജോയിൻ ചെയ്യുന്നത്. അങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഈ കോഴ്സുകൾക്ക് അഡ്മിഷൻ ആർക്കൊക്കെയാണ് യോഗ്യതയുള്ളത്? എൻ്റെ യോഗ്യത പഠിക്കാൻ താല്പര്യമുള്ള ആർക്കും അവിടെ പഠിക്കാം. 18 വയസ്സ് കഴിഞ്ഞ് അപ്പർ ഏജ് ലിമിറ്റ് ഇല്ല. പിന്നെ അത് ഡിഗ്രിക്കാണെങ്കിൽ +2 അല്ലെങ്കിൽ തുല്യതാ പരീക്ഷ ഈ ഓപ്പൺ സ്കൂൾ വഴി, സാക്ഷര മിഷൻ വഴി, അല്ലെങ്കിൽ +2 പാസ്സായിരിക്കണമെന്ന് നിർബന്ധമില്ല. പാസ്സായിരിക്കണം, അല്ലെങ്കിൽ ജസ്റ്റ് പാസ്, അല്ലെങ്കിൽ തുല്യതാ കോഴ്സ് പാസ്സായാലും മതി. പിന്നെ അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പുതിയൊരു എലിജിബിലിറ്റി കൊണ്ടുവന്ന്, അതായത് 10ാം ക്ലാസ് കഴിഞ്ഞ് ഡിപ്ലോമ കഴിഞ്ഞവർക്ക് 2 ഇയർ ഡിപ്ലോമ, ഈ ഫാർമസി ഗവൺമെൻറ് ഡിപ്ലോമ, അല്ലെങ്കിൽ അവർക്ക് നമ്മൾ എലിജിബിലിറ്റി ആക്കി, ഇക്വലൻസി അല്ല എലിജിബിലിറ്റി അവർക്ക് ഡിഗ്രിക്ക് പഠിക്കുക എന്ന് പറഞ്ഞാൽ 10,000-കണക്കിന് സ്റ്റുഡൻസ്. ഇതൊന്നും ആരും അഡ്രസ്സ് ചെയ്യാത്ത ഏരിയ. പല യൂണിവേഴ്സിറ്റികളിലേ ഒരു ബ്രിഡ്ജ് കോഴ്സ് നടത്താറുണ്ട്. ഇപ്പം അതായത് +2 പാസ്സായിട്ടില്ലാത്ത കുട്ടിക്ക് അവരൊരു പരീക്ഷ നടത്തിയിട്ട്, അതൊക്കെ ഭാവിയിൽ ആലോചിക്കുന്നു. അതായത് നമ്മളിപ്പം റെക്കഗ്നേഷൻ ഓഫ് ഹയർ ലേണിംഗ് എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ടുവരാൻ പോകണം. അപ്പോൾ അതിനകത്ത് ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ അങ്ങനെയുള്ളവരെ ഈ ബ്രിഡ്ജ് കോഴ്സ്, അതുപോലെ അല്ലെങ്കിൽ പാരമ്പര്യ നോളജൊക്കെ എടുത്തിട്ടൊരു ഗ്രേഡ് ഫ്രെയിമിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ എലിജിബിലിറ്റി അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്തുകൊണ്ട്, അതുപോലെ ഇപ്പോൾ പുതുതായിട്ട് ഞാൻ വേറെണ്ണം കൊണ്ടുവരാൻ പോകുന്ന ഈ 10ാം ക്ലാസ് കഴിഞ്ഞ് ITA കഴിഞ്ഞ കുട്ടികളുണ്ട്. ഈ 10ാം ക്ലാസ് കഴിഞ്ഞ് ഇങ്ങനെ എടുക്കുന്നവർക്ക് ഈ PSC ടെസ്റ്റിനോ UPSCക്കോ അല്ലെങ്കിൽ ബാങ്ക് ടെസ്റ്റിനോ ഒന്നിനും എഴുതാൻ പറ്റത്തില്ല, ഡിഗ്രി ഇല്ലാത്തതുണ്ട്. അങ്ങനെ 10,000-കണക്കിന് പുറത്തുനിന്ന് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ നമ്മൾ ITA കഴിഞ്ഞ കുട്ടികൾക്ക് 10ാം ക്ലാസ് ITA കഴിഞ്ഞവർക്ക് നമ്മൾ എലിജിബിലിറ്റി ആയിട്ട് കൊണ്ട്, അപ്പോൾ അവിടെ ഈ സാറ് പറഞ്ഞാണ് ഒരു ബ്രിഡ്ജ് കോഴ്സ് ചെയ്യണം, 12 ക്രെഡിറ്റ് ലാംഗ്വേജ് പ്രോഗ്രാം. അപ്പോൾ അത് റൂളായിട്ടുണ്ട്, അത് ചെയ്യും. ഈ 2 പുതിയ എലിജിബിലിറ്റി ഞാൻ കൊണ്ടുവന്നത് 10,000-കണക്കിന് പാവപ്പെട്ട കുട്ടികൾക്ക് ഗുണം കിട്ടാൻ പോകുന്നത്. എന്ന് വെച്ചാൽ അവർക്ക് ഡിഗ്രി എഴുതിയെടുക്കാം, ജോലി ചെയ്യുന്ന കൂടെ ഡിഗ്രി എഴുതിയെടുത്തിട്ട് നാളെ ഏതെങ്കിലും ഒരു ഹയർ ഓപ്ഷന് PSCയോ അല്ലെങ്കിൽ ഇതുപോലെ സിവിൽ സർവീസോ സ്റ്റാഫ് സെലക്ഷനോ ഒക്കെ എഴുതാനുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. അതായത് ഞാൻ നേരത്തെ സാറ് പറഞ്ഞില്ലേ, വിദ്യ കൊണ്ട് സ്വതന്ത്രം, എല്ലാ അർത്ഥത്തിലും. അല്ലാതെ എന്തെങ്കിലും പഠിപ്പിച്ച് വിദ്യ മാത്രം എന്ന് പറഞ്ഞാൽ ജോലിക്കല്ലല്ലോ സാറേ, എല്ലാ അർത്ഥത്തിലും സ്വതന്ത്രമാണെന്നുള്ള രീതിയിലാണ് ആ ആപ്തവാക്യം മുറുകെ പിടിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വർക്ക് ചെയ്യുന്നത്. ഈ യൂണിവേഴ്സിറ്റി നൽകുന്ന ഡിഗ്രികൾക്ക് ഉള്ള അംഗീകാരം കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ എല്ലാ അംഗീകാരം, അത് ഏതാണ് കറക്റ്റ് ക്വസ്റ്റ്യൻ. അത് എല്ലാ ജോയിൻ ചെയ്യുന്ന എല്ലാ കുട്ടികളും ചോദിക്കുന്ന എല്ലാവരെയും അപ്രിഹെൻഷൻ അതാണ്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈക്വൽ വെയിറ്റേജാണ്. ഈ ജോലിക്കായാലും ഹയർ സ്റ്റഡീസിനായാലും എത്രയോ പേര് നമ്മുടെ ഇവിടെ പഠിച്ചിട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ PhDക്കും അതുപോലെ PG പ്രോഗ്രാമിനെല്ലാം ഈക്വൽ വെയിറ്റ്. അങ്ങനെ ഒരു അപ്രിഹെൻഷൻ വേണ്ട. പിന്നെ അതുപോലെ ഈ ശ്രീനാരായണ യൂണിവേഴ്സിറ്റി നോക്കുമ്പോൾ എല്ലാവർക്കും ഈ ശ്രീനാരായണ എന്തോ ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി, ഇത് ഗവൺമെൻറ് അപ്രൂവ്ഡ് UGC അപ്രൂവ്ഡ് യൂണിവേഴ്സിറ്റിയാണ്. അവിടെ കൊടുത്ത എല്ലാ കോഴ്സിനും UGCയുടെ അപ്രൂവലോടെ നമുക്ക് തുടങ്ങാൻ പറ്റും. ഇപ്പോഴത്തെ പുതിയൊരു മാറിയൊരു സാഹചര്യത്തിൽ, തൊഴിൽ സാഹചര്യത്തിൽ ഈ നൈപുണ്യ വികസനം, അതുപോലെ തന്നെ നമ്മുടെ ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ള ആൾക്കാരെ നമ്മുടെ സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടുന്നില്ല. അവിടെ ആവശ്യമുള്ള നോളജ് അവർക്കില്ല. അപ്പോൾ ഒരു ഡിഗ്രി പാസ്സായിട്ട് വരുന്ന ആൾക്ക് ഒരു ഇൻഡസ്ട്രിയിൽ ചെല്ലുമ്പോൾ അയാൾക്ക് അവിടുത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ.
അപ്പോൾ തൊഴിലധിഷ്ഠിതമായിട്ടുള്ള കോഴ്സുകൾ എന്തെങ്കിലും അത് യൂണിവേഴ്സിറ്റി നടത്തുന്നുണ്ടോ? ഇപ്പോഴത്തെ നീഡ് ഓഫ് ദ ഡേ സാറ് പറഞ്ഞത്, അതായത് സ്കിൽ ബേസ്ഡ് ജോബ്സ് ആണ്. സിലബസ് എടുത്ത് നല്ല ഉഗ്രം സിലബസ്. അതിനകത്ത് നമ്മൾ സ്കിൽ കമ്പോണൻ്റ് ഉണ്ട്, മൾട്ടി ഡിസിപ്ലിനറി കമ്പോണൻ്റ് ഉണ്ട്, എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് ഒരു എംപ്ലോയബിലിറ്റി എങ്ങനെയൊക്കെ വർദ്ധിപ്പിക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ ഇൻറ്റേൺഷിപ്പിനുള്ള ഫെസിലിറ്റീസ് എല്ലാം ആയിട്ട്, അതുപോലെ കോഴ്സ് പഠിക്കാനുള്ള, അതായത് IIT പോലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കറണ്ട് ഏരിയയിലുള്ള കോഴ്സ് പഠിച്ചിട്ട് ആ ക്രെഡിറ്റ് നമ്മൾ കൂട്ടുന്ന രീതി ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് കൂടാതെ നമ്മൾ 10-40ഓളം 5-6 സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ സ്കിൽ സർട്ടിഫിക്കറ്റ് തുടങ്ങി ഒരു 19 അത് ഇൻഡസ്ട്രി ടൈപ്പിലാണ് ചെയ്യുന്നത്. വെറുതെ ഒരു പൈസ വാങ്ങിച്ച് പേപ്പർ വാല്യുള്ള കൊടുത്തൊക്കെ അതല്ല നമ്മൾ ഉദ്ദേശിച്ചത്. നമ്മൾ പഠിക്കുന്ന കുട്ടികൾക്ക് ഒന്നത് കൂടുതലും പാവപ്പെട്ട കുട്ടികളൊക്കെ അവർക്ക് നാളെ ഒരു ഏതെങ്കിലും രീതിയിലൊരു തൊഴിലോ അല്ലെങ്കിൽ ഒരു ലൈവ്ലിഹുഡ് ഉണ്ടാകുന്ന രീതിയിൽ തന്നെ ലേണർ സെൻട്രിക് യൂണിവേഴ്സിറ്റിയാണ്. നമ്മൾ മറ്റുള്ള യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് അങ്ങോട്ട് ചെല്ലുക, പഠിക്കാൻ താല്പര്യം. ഇത് നമ്മൾ സ്റ്റുഡൻസിൻ്റെ ഇടയിലോട്ട് ചെന്നിട്ട് എന്തൊക്കെയാണ് വേണ്ടത്. എൻ്റെ 86 സ്റ്റുഡൻസിലല്ലേ എൻ്റെ പേഴ്സണൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അവർക്ക് എപ്പം വേണമെങ്കിലും എന്നെ വിളിക്കാം, ഏത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം. ഞാനത് കയ്യടി വാങ്ങാനല്ല, അത് എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. എനിക്ക് തോന്നിയോണ്ട് ഞാൻ കൊടുത്തത്. അതിനുള്ള റെസ്പോൺസ് എങ്ങനെയാണ് സാർ? പിന്നെ ഇഷ്ടം പോലെ ഇന്ന് തന്നെ ഒരു 10-15 സ്റ്റുഡൻസ് വിളിച്ചിട്ടുണ്ട്. അതെല്ലാം ഞാൻ പേഴ്സണലി അറ്റൻഡ് ചെയ്ത് എന്നെ മാത്രമല്ല അവിടുത്തെ സ്റ്റാറ്റ്യൂട്ടറി ഓഫീസേഴ്സിനെ വിളിക്കാം. ആ രീതിയിലാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വർക്ക് ചെയ്യുന്നത്. ആർക്കും എന്നെ നേരിട്ട് വിളിക്കാം, എന്നെ വന്ന് കാണാം. അപ്പം ഈ പുതിയ കോഴ്സുകളുടെ കാര്യം സാർ പറഞ്ഞു, സാർ സൂചിപ്പിക്കുകയുണ്ടായി ഡാറ്റാ സയൻസ് പോലെയുള്ള കോഴ്സുകൾ, അതുപോലെ തന്നെ AI ബേസ്ഡ് ആയിട്ട് ഒത്തിരി സർട്ടിഫിക്കറ്റ് പുതിയ കോഴ്സുകൾ ഏതൊക്കെയാണ് ഇപ്പോൾ സാർ തുടങ്ങിയിട്ടുള്ളത്? ഇപ്പം ഡാറ്റാ സയൻസ് ആണ് തുടങ്ങി, മൾട്ടിമീഡിയ തുടങ്ങുന്നുണ്ട്, AI പ്രോഗ്രാം തുടങ്ങുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മളിപ്പോൾ ഒത്തിരി ഡിപ്ലോമ തുടങ്ങില്ലേ, ഡ്രോൺ ടെക്നോളജി തൊട്ട് മ്യൂസിക്, ഡ്രാമ, ഈ കെയർ ഗീവിങ് നമ്മളിപ്പം തുടങ്ങാൻ പോവാണ്. പിന്നെ യോഗ, അതുപോലെ എല്ലാ ഏരിയയിലും നിങ്ങൾക്ക് ഏതൊക്കെ പഠിക്കാൻ താല്പര്യമുണ്ട് അതിനെല്ലാം അവിടെ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ പ്രോഗ്രാം. ഡിഗ്രി തുടങ്ങണമെങ്കിൽ നമുക്ക് UGC അപ്രൂവ് വേണം. ആ രീതിയിലാണ് ചെയ്യുന്നത്. ഇതെല്ലാം ഭാവിയിൽ തുടങ്ങുന്ന ഈ ഡിപ്ലോമ പ്രോഗ്രാം എല്ലാം ഭാവിയിൽ നമ്മൾ ഡിഗ്രി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇപ്പോൾ ഇങ്ങനെയുള്ള കോഴ്സുകൾ, പുതിയ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ തുടങ്ങുമ്പോൾ അതിനുള്ള ലൈബ്രറി സംവിധാനങ്ങൾ, റിസോഴ്സസ്, അതൊക്കെ ഞങ്ങൾ അക്കാഡമിക് കൊളാബറേഷൻ വെച്ചിട്ടുണ്ട്. അപ്പം കെൽട്രോൺ, അസാപ്പ്, ICT അക്കാഡമി, അതുപോലെ പല TK എഞ്ചിനീയറിംഗ് കോളേജ്, അങ്ങനെ എല്ലാ എസ്റ്റാബ്ലിഷ്ഡ് അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷനോട്ട് കൊളാബറേഷനിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഫെസിലിറ്റീസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നോൺ പ്രോഫിറ്റ് രീതിയിലാണ് ഇത് പോകുന്നത്. ജയിൽ ഇൻമേഴ്സിന് പല കാരണങ്ങൾ കൊണ്ട് ജയിലിൽ പോയി ഇപ്പോൾ 200-200ഓളം ജയിൽ ഇൻമേഴ്സ് ഞങ്ങളുടെ UG PG പ്രോഗ്രാം ഫ്രീ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ അവർ നാളെ ശിക്ഷ കഴിഞ്ഞ് പിന്നെയും കുറ്റകൃത്യങ്ങളോട് പോകാതെ MBA MCA PG പ്രോഗ്രാം വരെ അവിടെ ജയിൽ ഇൻമേഴ്സ് പഠിക്കുന്നുണ്ട്. ശരി. അപ്പോൾ അതിന് ഈ ജയിലിൽ കിടക്കുന്നവർക്ക് അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ലേ? ഇല്ല, പഠിക്കാൻ നമ്മൾ അവരുമായിട്ട് സൈനെല്ലാം ചെയ്തിട്ടുണ്ട്. കണ്ണൂർ ജയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു എക്സാം സെൻ്ററാണ്. മറ്റുള്ള ജയിലിൽ ആൾ കുറവേണ്ട അവർ പോലീസ് സെക്യൂരിറ്റി സെൻറ്ററിൽ കൊണ്ടുവന്ന് പരീക്ഷ എഴുതിയിട്ട് തിരിച്ചു കൊണ്ടുപോകും. പിന്നെ ട്രാൻസ്ജെൻഡേഴ്സിന് പ്രീ എഡ്യൂക്കേഷൻ, ഡിഫറൻറ്റ് ലേബിളിന് പ്രീ എഡ്യൂക്കേഷൻ, അങ്ങനെ പിന്നെ ഈ ഗ്രാൻഡ് ഫെസിലിറ്റീസ് ഉണ്ട്. ഫിഷറി സ്കോളർഷിപ്പിന് എലിജിബിൾ ഉണ്ട് നമ്മുടെ സ്റ്റുഡൻസ്. അങ്ങനെ പിന്നെ റെഗുലർ സ്റ്റുഡൻസ് കിട്ടുന്ന എല്ലാ ഫെസിലിറ്റീസും നമ്മൾ. അതുകൂടാതെ സാറേ നമ്മൾ 18 ഓപ്പൺ യൂണിവേഴ്സിറ്റി ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി സ്റ്റേറ്റ് കലോത്സവം നടത്തും, സ്പോർട്സ് മീറ്റ് നടത്തി, കൾച്ചറൽ സ്പീച്ച് നടത്തി. അതിനകത്ത് ഈ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിൽ 75 വയസ്സുള്ളവരൊക്കെ വന്ന് ഞങ്ങൾ ഏജ് വൈസ് ചെയ്യുന്നത്. ഭയങ്കര സാറേ 75 വയസ്സുള്ള നീന്തൽ മത്സരത്തിൽ റേസ് വാങ്ങിച്ചിട്ടുണ്ട്. എവിടെ വെച്ചായിരുന്നു ഇത്? എറണാകുളത്ത് വെച്ച് സ്പോർട്സിന് കൾച്ചറൽ ഫെസ്റ്റ് നടത്തിയത് മീൻചന്ത കോളേജ് കോഴിക്കോട് വെച്ച് ആർട്ട് ഫെസ്റ്റിവൽ. അത് ഈ 60-70 വയസ്സുള്ളവർ അതിൻ്റെ പങ്കെടുത്തിട്ട് ഇത് പ്രൈസ് വാങ്ങിച്ചുകൊണ്ട് വന്നത്. നമ്മൾ കാറ്റഗറൈസ് ചെയ്താണ് ചെയ്യുന്നത്. ഏജ് വയസ്സ് 25 വയസ്സ് 25 അങ്ങനെ. അപ്പോൾ അവർക്ക് പ്രൈസ് കിട്ടും. അവർ ചെറുപ്പക്കാരോട് കോമ്പീറ്റ് ചെയ്യണ്ട. പിന്നെ സാറ് നോക്കിയാൽ മതി, ഈ റെഗുലർ കോളേജിൽ പല പിയർ പ്രഷറോ അല്ലെങ്കിൽ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് എന്നാ പോയി പഠിച്ചാൽ. ഞങ്ങളുടെ അവിടെ അങ്ങനെയല്ല വരുന്നത്, പഠിക്കാൻ താല്പര്യമുള്ളവരാണ്. അപ്പോൾ യോഗ ഞങ്ങളിപ്പോൾ ഈ യോഗ ഡേ അല്ലായിരുന്നു അന്ന് നമ്മൾ ഈ 44 സെൻറ്ററിൽ ഓൺലൈനിൽ നമ്മളിവിടുന്ന് ട്രെയിനറെ വെച്ചിട്ട് യോഗ കാണിച്ച് 44 ടെലികാസ്റ്റ് ചെയ്ത് 44 സെൻറ്ററിൽ ഞങ്ങൾ ഓൺലൈനിൽ യോഗ നടത്തി, പരീക്ഷ നടത്തി, കുറ്റമറ്റതായ രീതിയിൽ നടപ്പാക്കുക എന്നുള്ളത്. അതെങ്ങനെയാണ് നടപ്പാക്കുന്നത്? അത് നമുക്ക് 60 എക്സാം സെൻറ്റർ ആൾറെഡി വെക്കുന്നുണ്ട്. അപ്പം കുട്ടിയുടെ കൺവീനിയൻസ് വെച്ചിട്ട് വന്നിട്ട് പരീക്ഷ എഴുതാൻ പറ്റും. പരീക്ഷ കഴിഞ്ഞ് നമ്മൾ ക്യാമ്പ് സെമസ്റ്റർ സിസ്റ്റമാണ്. സെമസ്റ്റർ സിസ്റ്റം ക്യാമ്പ് നടത്തി എത്രയും പെട്ടെന്ന് വാലി ചെയ്ത് കൊടുത്ത റിസൾട്ട് സമയബന്ധിതമായിട്ട് ചെയ്യാറുണ്ട്. ആരാണ് ഈ പരീക്ഷ നടത്തിപ്പുകളൊക്കെ കൈകാര്യം ചെയ്യുന്നത്? കൺട്രോൾ ഓഫ് എക്സാമിനേഷൻ. അല്ല, അതിന്റെ നമ്മൾ ഓൺ യൂണിവേഴ്സിറ്റി സ്റ്റാഫ് അങ്ങനെ അത്രത്തോളം ഇല്ല. എങ്ങനെയാണ് മറ്റുള്ള ചില വേറൊരു കോളേജ് എടുത്ത് അഫിലിയേറ്റഡ് കോളേജ് ഇല്ലാത്തൊരു യൂണിവേഴ്സിറ്റിയിൽ 200-200ഓളം സ്റ്റാഫുണ്ട് എക്സാം നടത്തുക. ഈ അഫിലിയേറ്റഡ് കോളേജുള്ള വേറെ വലിയ യൂണിവേഴ്സിറ്റിയുടെ അവിടെ 400-500 100ക്കുള്ള സെഷൻസ് തന്നെ ഉണ്ട് ഇത് നടത്താൻ വേണ്ടി. ഞങ്ങളുടെ അവിടെ 30 പേരേ ഉള്ളൂ. എന്നിട്ട് 30 പേരെ വെച്ചാണ് ഒരു DR, ഒരു അസിസ്റ്റന്റ് DR, കൺട്രോളറും വെച്ചാണ് നമുക്ക് 84 പേരെ പരീക്ഷ നടത്തുന്നത്. എന്നാലും നമ്മൾ സമയബന്ധിതമായിട്ട്
സമയബന്ധിതമായി നടത്തുന്നുണ്ട്. കുറ്റമറ്റ രീതിയിൽ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? ക്വസ്റ്റ്യൻ എല്ലാം അന്ന് രാവിലെ ഇമെയിൽ അയച്ചു കൊടുത്ത് അവർ പ്രിൻ്റ് എടുത്ത് ലോക്കൽ ചെയ്യുന്നത്. അപ്പോൾ ഒരു രീതിയിലും ക്വസ്റ്റ്യൻ ഔട്ടാവാത്ത രീതി. ഈ ലാംഗ്വേജ് ഒഴിച്ച് ബാക്കി എല്ലാം മലയാളത്തിൽ എഴുതാം. ക്വസ്റ്റ്യനും മലയാളത്തിലായിരിക്കും. അതിപ്പോൾ ഈ വർഷം മുതൽ മലയാളത്തിലാക്കുന്നു. അതുപോലെ SLM നമ്മൾ ഈ തവണ മലയാളത്തിലാക്കാനുള്ള പരിപാടി ഇട്ടിട്ടുണ്ട്. കേരളത്തിൽ ആദ്യമായിട്ട് ഓപ്പൺ ടെക്സ്റ്റ് ബുക്ക് എക്സാം തുടങ്ങിയത് ഞങ്ങളാണ്. ഇനിയിപ്പോൾ പുതിയ 2 സ്കീം കൊണ്ടുവരുന്നു. ഓൺ സ്ക്രീൻ വാല്യുവേഷൻ. പിള്ളേരെ എഴുതുമ്പോൾ അന്തരം തന്നെ സ്കാൻ ചെയ്ത് അപ്പോൾ ഒരു 2 ആഴ്ചയ്ക്ക് റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ പറ്റും. അതിന് ഓൺ സ്ക്രീൻ വാല്യുവേഷൻ്റെ സ്റ്റെപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പുതിയൊരെണ്ണം കൊണ്ടുവന്ന് എക്സാം ഓൺ ഡിമാൻഡ്. ഇപ്പം നമ്മുടെ ഒരുപാട് സ്റ്റുഡൻസ് ഈ കേരളത്തിൻ്റെ വെളിയിലും ഡിഫൻസിലും അതുപോലെ ഗൾഫിലൊക്കെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ അവർ ഇപ്പം നമ്മൾ ഞായറാഴ്ചകളിലെ പരീക്ഷ എടുത്തു. അപ്പോൾ അവർ ആ സമയത്ത് വരുമ്പോൾ അവർക്ക് ഒത്തിരി ലീവ് എടുത്താണ്. അപ്പോൾ അവർ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർ ലീവിന് വരുമ്പോൾ ഒരു മിനിമം പീരീഡ് കഴിഞ്ഞാൽ ഞാൻ ഇന്ന ദിവസം വരുന്നുണ്ട്, നമ്മളൊരു ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ടാക്കി AI വെച്ചിട്ട് ചെയ്യാൻ പോകണം. അത് ആൾറെഡി ക്വസ്റ്റ്യൻ ബാങ്ക് ഡെവലപ്പായി വരുന്നുണ്ട്. അപ്പം അവരെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം. മിനിമം എത്ര സ്റ്റുഡൻസ് ആവശ്യപ്പെടുന്നു? ഇല്ല, ഒന്നോട്ട് ഒരാളും ആയാലും മതി. പിന്നെ നമ്മൾ വരണം ഇപ്പോൾ ആലോചിച്ചിരിക്കുന്നത് ഇപ്പം NEP-യിൽ ഈ പരീക്ഷ ഡ്യൂറേഷൻ കുറയ്ക്കുന്നത്. ഈ എല്ലാം പണ്ടത്തെ നമ്മൾ കാണാതെ പഠിച്ച് മെമ്മറി ടെസ്റ്റിലെ അപ്പോൾ അതിനായിട്ട് NEP നല്ലൊരു മോഡലല്ലേ. അപ്പോൾ അതിനകത്ത് 3 മണിക്കൂർ എന്നുള്ള പരീക്ഷ മാറ്റിയിട്ട് 2 മണിക്കൂറാക്കിക്കൊണ്ട് നമ്മുടെ ഈ ഉദ്യോഗസ്ഥരുടെ കൺവീനിയൻസിൻ്റെ PSC ടെസ്റ്റ് എടുത്ത് 7 തൊട്ട് 9 വരെ. അപ്പോൾ അന്ന് തന്നെ പരീക്ഷ ചെയ്തിട്ട് അവർക്ക് ജോലിക്ക് പോകുന്ന രീതിയിലൊരു സിസ്റ്റം കൊണ്ടുവരാൻ നമ്മൾ ആലോചിക്കുന്നുണ്ട്. ഇതൊരു ജനകീയ യൂണിവേഴ്സിറ്റിയാണ് സാർ. ഒരു സാറ് നോക്കിക്കോളൂ, ഒരു 3-4 വർഷം കഴിയുമ്പോൾ ഇപ്പം തന്നെ 50% ക്യാറ്റർ ചെയ്യുന്ന ഞങ്ങളാണ് യൂണിവേഴ്സിറ്റി ഡയറക്റ്റ് ചെയ്യുന്നത് സംസ്ഥാനത്ത്. അപ്പോൾ ഇതിൻ്റെ പരീക്ഷയുടെ റിസൾട്ട് ഫലപ്രഖ്യാപനം സമയബന്ധിതമായി നടത്തുകയാണ്. ഇപ്പോൾ എങ്ങനെയാണ് പരീക്ഷ കഴിഞ്ഞാൽ ഇത്ര ദിവസത്തിനകം എൻ്റെ റിസൾട്ട് വരും? അങ്ങനെ 1 മാസമൊക്കെ എടുക്കുന്നുണ്ട്. അത് നമ്മൾ 2 ആഴ്ച കൊണ്ട് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ക്രീൻ വാല്യൂ. ചിലപ്പോൾ ചില എക്സാമൊക്കെ സാറ് പറഞ്ഞില്ലേ, ഇത് നമുക്ക് ഓൺ ഫെസിലിറ്റീസ് ഇല്ല. അപ്പോൾ നമ്മൾ വേറെ കോളേജ് അധ്യാപകരെ കൊണ്ടൊക്കെ അപ്പോൾ അവർ ഡിലേ ആകുമ്പോൾ ചിലപ്പോഴൊക്കെ ഡിലേ ആവും. നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു 2 ആഴ്ച റിസൾട്ട് പബ്ലിഷ്. അതാണ് നമ്മളിപ്പോൾ ഓൺ സ്ക്രീൻ വാല്യുവേഷൻ കൊണ്ടുവന്ന് ചെയ്യാൻ പോകുന്നത്. ഇപ്പോഴൊക്കെ ഇച്ചിരി 1 മാസമോ ചിലപ്പോൾ ഇച്ചിരി കൂടുതലൊക്കെ എടുക്കുന്നുണ്ട്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മുടെ ഓൺ ഫെസിലിറ്റീസ് ഇല്ല. അധ്യാപകർ കിട്ടാൻ വാല്യൂ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, അസൈൻമെൻറ്റ് ചിലപ്പോൾ ഈ LSE-കാർ അപ്ലോഡ് ചെയ്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ റിസൾട്ട് കുറേ ഡിലേ ആവും. ഈ ഒരേ സമയത്ത് ഒരു വ്യക്തിക്ക് 2 കോഴ്സുകൾ ചേരാൻ പറ്റും. അതായത് UGC അത് പുതിയ റൂൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്ന ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ മലയാളം അല്ലെങ്കിൽ സംസ്കൃതം പഠിക്കുന്നത് ആ സമയത്ത് ഇവിടെ ജോയിൻ ചെയ്യും. അതുകൊണ്ട് നമ്മൾ TC ഇല്ലാതാക്കി, ഏജ് ലിമിറ്റ് ഇല്ലാതാക്കി. പക്ഷേ നമ്മുടെ റെഗുലർ കോളേജുകളിൽ അങ്ങനെ പഠിക്കാൻ പറ്റത്തില്ല. ഇപ്പം റൂളുണ്ട് സാറേ, അത് ചെയ്യാത്തതുകൊണ്ട്. അത് റൂളുണ്ട്, UGC അത് അംഗീകരിച്ചിട്ടുണ്ട്. ഡ്യുവൽ ഡിഗ്രി ഓപ്ഷൻസ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സ്റ്റുഡൻസ് കൂടുതലായിട്ടുണ്ടോ? കൂടി വരുന്നു. ഇത്തവണയൊക്കെ ഒരുപാട് കൂടും. എന്ന് വെച്ചാൽ ഇപ്പം തന്നെ എന്നെ ഒരുപാട് പേര് വിളിച്ച്. ഈ സാറ് പഠന കേന്ദ്രങ്ങളുടെ കാര്യം പറഞ്ഞല്ലോ. കേരളത്തിൽ വിവിധ പഠന കേന്ദ്രങ്ങളുണ്ട്. ഏതൊക്കെയാണ് അത്? എവിടെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത്? എല്ലാ ജില്ലയിലും ഉണ്ട്. 46 ഉണ്ട്. 2-3 വെച്ചിട്ട്. ഇവിടെ ട്രിവാൻഡ്രത്ത് എടുത്തു കഴിഞ്ഞാൽ നാഷണൽ കോളേജ് ഉണ്ട്, മാറിവാനിസ് ഉണ്ട്, സെൻറ്റ് സേവിയേഴ്സ് ഉണ്ട്, ഹിന്ദി പ്രചാര സഭ ഉണ്ട്. ഇപ്പം നമ്മൾ 2 കൂടെ എടുത്തിട്ടുണ്ട്. അതുപോലെ ഓരോ ഡിസ്ട്രിക്ട്സിനും സ്റ്റുഡൻസിൻ്റെ കൺവീനിയൻസ് വന്ന് അവിടെ എന്തെല്ലാം സൗകര്യങ്ങളാണ് ലഭ്യമാകുന്നത്? അവിടെ കൗൺസിലിംഗ് ക്ലബ്, ഫിസിക്കൽ കൗൺസിലിംഗ്, ഇതൊരു സ്റ്റെപ്പ് സ്റ്റഡി മോഡാണ് സാർ. നമ്മൾ മെറ്റീരിയൽ കൊടുത്ത് കുട്ടികളുടെ സംശയം ഉണ്ടെങ്കിൽ ഞായറാഴ്ച നടക്കുന്ന നമ്മളിവിടെ ലേണേഴ്സ് ആൻഡ് കൗൺസിലേഴ്സ് ആണ്, മറ്റേ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ് അല്ലേ. വന്നിട്ട് നമ്മളവിടെ ഫിസിക്കൽ കൗൺസിലിംഗ് നടത്തി കൊടുക്കുന്ന സംശയം. പക്ഷേ നമ്മൾ ഫിസിക്കൽ കൗൺസിലിംഗ് നമ്മൾ റെഗുലർ ക്ലാസ്സിലെടുക്കുന്ന രീതി തന്നെ പോകുന്നത് ആദ്യം പോലെ. അതൊന്ന് ആ കോളേജിൽ പഠിക്കുന്ന UGC ക്വാളിഫൈഡ് അധ്യാപകർ തന്നെ ഈ കൗൺസിലേഴ്സ് എടുക്കുന്നത്. അത് ക്വാളിഫൈഡ് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞ തവണ 850 രൂപയായിരുന്നു പെർ അവർ കൊടുത്തോണ്ടിരുന്നത് PGക്ക്. അത് നമ്മൾ ഒറ്റയടിക്ക് 1200 ആക്കി. എന്നുവെച്ചാൽ ഞായറാഴ്ചകളിൽ പൈസ കുറവുണ്ട്, അധ്യാപകർ വരാത്തതുകൊണ്ട് ഇതൊന്നും ഫീസൊന്നും കൂട്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ ഒരു അധ്യാപനം ഒരു ദിവസം വന്നാൽ 3600, എല്ലാം കൂടി 4000 രൂപ കിട്ടും. അപ്പോൾ അതുകൊണ്ട് UGC ക്വാളിഫൈഡ് അധ്യാപകർ തന്നെ ക്ലാസ് എടുക്കുന്നത്. റെഗുലർ കോളേജ് പഠിപ്പിക്കുന്ന അതേ അധ്യാപകർ തന്നെ നമ്മുടെ കൗൺസിലറായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു സെൻറ്ററിൽ വിവിധ സബ്ജക്റ്റുകൾക്ക് പ്രത്യേകം 30 ക്ലാസ് റൂംസ് ഞായറാഴ്ചയിൽ നടക്കും പാരലായിട്ട്. ശരി. നമ്മൾ നല്ലൊരു നമ്മൾ ഏറ്റവും കൂടുതൽ പൈസ നമ്മുടെ നാട്ടിലെന്ന് പറയുന്ന ലേണിംഗ് സപ്പോർട്ട് സെൻറ്റേഴ്സ്, അവർ നമ്മുടെ റവന്യൂവിൻ്റെ ഒരു നല്ല ഷെയർ ഇത് മാനേജ് ചെയ്യാനാണ് പോകുന്നത്. ചിലവർ LSE എടുത്താൽ 5 ലക്ഷം രൂപ പെർ മാസം വരുന്നുണ്ട്. ഈ പഠന സാമഗ്രികൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് എത്തിക്കുന്നത്? അതായത് നമ്മൾ സെൽഫ് സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറഞ്ഞത് അത് നല്ല നമ്മുടെ USP എന്ന് പറഞ്ഞത് തന്നെ സ്റ്റഡി മെറ്റീരിയൽ. അത് പണ്ട് നമ്മൾ ഈ ഗവൺമെൻറ് പ്രസ്സിൽ അടിച്ചുകൊണ്ടിരുന്നത്, അവിടെ നിന്ന് പ്രിൻറ്റ് ചെയ്തിട്ട് ഓരോ LSE വഴി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പം കുട്ടികൾ ഭയങ്കര ബുദ്ധിമുട്ട് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ വർഷം മുതൽ അത് പോസ്റ്റൽ ആൻഡ് ടെലിഗ്രാഫ് ഞാൻ പോസ്റ്റ് എന്ന് പറഞ്ഞൊരു സ്കീം അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഞാൻ പോസ്റ്റ് അത് ഇപ്പോൾ ഡയറക്റ്റ് കുട്ടികളെ വീട്ടിൽ എത്തിച്ചു കൊടുക്കുക കഴിഞ്ഞ വർഷം മുതൽ. നമ്മൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം ഒരു ഗൈഡ് പോലെയല്ല, അവർക്ക് നാളെ എന്തെങ്കിലും ഈ സ്റ്റാഫ് സെലക്ഷനോ അല്ലെങ്കിൽ ഇതുപോലുള്ള നെറ്റ് UGC ഒക്കെ എഴുതണമെങ്കിൽ ഇതൊരു റെഫറൻസ് മെറ്റീരിയൽ പോലെ ഒരു നല്ല രീതിയിലാണ് നമ്മളത് പ്രിപ്പയർ ചെയ്തേക്കുന്നത്. ഈ ഗവേഷണ പ്രോഗ്രാമുകൾ ഗവേഷണമെങ്കിൽ പെർമനൻ്റ് അധ്യാപകർ വേണം. അത് കോൺട്രാക്റ്റിലേ ഉള്ളൂ. ഇപ്പം ഗവൺമെൻറ് ഇപ്പോൾ ഉടനെ അത് പാസ്സായി നമ്മൾ റെഗുലേഷനൊക്കെ ആൾമോസ്റ്റ് റെഡിയായി. പെർമനൻ്റ് അധ്യാപകർ ഇതുവരെ തുടങ്ങിയിട്ടില്ല. ഇല്ലല്ലോ, പെർമനൻ്റ് അധ്യാപകർ വരുന്ന മുറയ്ക്ക് അത് ഈ അക്കാഡമിക് ഇയർ തുടങ്ങും. നമ്മൾ തുടങ്ങിയിട്ട് സാറേ 4 വർഷം KRF റാങ്കിങ്ങിൽ 11ാമത് വന്നു. 18
യൂണിവേഴ്സിറ്റി കേരളത്തിലുള്ള 11ാമത് വന്നു കഴിഞ്ഞ. ഓക്കെ. ഇപ്പോൾ NIR റാങ്കിങ്ങിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരു റീസണബിൾ സ്കോറും പ്രതീക്ഷിച്ചു. ഇത്തവണ തീർച്ചയായിട്ടും നമ്മൾ NIR റാങ്കിങ്ങിൽ ഒരു സ്കോർ കിട്ടും. ഈ ഇത്തരം ഗവേഷണ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് സർവകലാശാല നടപ്പാക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്? നമ്മളൊരു സെൻറ്റർ ഫോർ റിസർച്ച് എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോയ റിസർച്ച് സ്റ്റഡീസ്, അതിൻ്റെ ബഡ്ജറ്റിൽ 50 പൈസ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വിർച്വൽ ലാബും അതുപോലുള്ള AI ടൂൾസ് എല്ലാം ഉപയോഗിച്ചിട്ട് നമ്മൾ അവിടെ ക്വാളിഫൈഡ് അധ്യാപകർ ആൾറെഡി ഉണ്ട്. ഈ JNU അതുപോലെ പഠിച്ച നല്ല 70 അധ്യാപകരുള്ളതിൽ 50ഓളം പേർക്ക് ആൾറെഡി അവർ ക്വാളിഫൈഡ് റിസർച്ച് ഗൈഡാവാൻ. അപ്പോൾ അവരൊരു പെർമനൻറ്റ് പോസ്റ്റിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാ ഏരിയയിലും റിസർച്ച് തുടങ്ങുന്ന രീതിയിൽ നമ്മൾ ഇപ്പം സെൻറ്റർ ഫോർ റിസർച്ച് ഡയറക്ടറേറ്റ് തുടങ്ങാൻ പോവാണ്. പിന്നെ നമ്മളൊരു ഡിജിറ്റൽ പബ്ലിക് ലൈബ്രറി ഉണ്ടാക്കുന്നുണ്ട്. അതായത് നമ്മൾ ഈ മെറ്റീരിയലെല്ലാം അതിനകത്ത് ഇട്ട് കഴിഞ്ഞിട്ട് അത് കൊച്ചിൻ ഷിപ്പ് യാർഡ്സിൻ്റെ CSR ഫണ്ട് ഉപയോഗിച്ച് കൊച്ചിൻ യൂണിവേഴ്സിറ്റി അത് ചെയ്യുന്നത്. അത് ആൾറെഡി അതിൻ്റെ എഗ്രിമെൻ്റായി അതിൻ്റെ ഡെവലപ്മെൻറ്റ് തുടങ്ങി. അപ്പോൾ അത് ലോകത്ത് എവിടെ ഇരുന്നാലും ഈ മെറ്റീരിയൽ എല്ലാം കിട്ടും. പിന്നെ നമ്മൾ അത് കൂടാതെ നമ്മൾ സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ കീഴിലുള്ള ഒരു 2500 A ക്ലാസ് ലൈബ്രറി ഇതുമായിട്ട് ലിങ്ക് ചെയ്യാൻ പോകും, സെക്കൻഡ് ഫേസ് ആയിട്ട്. അപ്പോൾ പാവപ്പെട്ട കുട്ടികൾക്ക് വീട്ടിൽ നെറ്റില്ലെങ്കിൽ ഈ ലൈബ്രറി വന്നിട്ട് നമ്മുടെ മെറ്റീരിയൽ മൊത്തം ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്ന രീതിയിലുള്ള ഒരു എവിടെയാണ് ഇത് സ്ഥാപിക്കുന്നത്? ഡിജിറ്റൽ ലൈബ്രറി നമ്മുടെ അവിടെ. എന്നിട്ട് ഈ 2500 ലൈബ്രറീസ് ഉണ്ട്, സ്റ്റേറ്റ് ലൈബ്രറി അവരുമായിട്ട് ഒരു ഡിസ്കഷൻ എല്ലാം കഴിഞ്ഞിരിക്കുക. എന്നിട്ട് ഇതിൻ്റെ ഒരു ടെർമിനൽ അവിടെ കെട്ടൊക്കെ രീതിയിൽ നെറ്റ് കണക്ഷൻ. അപ്പോൾ ഈ വീട്ടിലെ പാവപ്പെട്ട കുട്ടികൾക്ക് തൊട്ടടുത്ത ലൈബ്രറി വന്ന് ഇതെല്ലാം ആക്സസ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ നമ്മൾ സെക്കൻഡ് ഫേസ് ആയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഭാവിയിൽ സർവകലാശാലയുടെ വികസനത്തിനും വിപുലീകരണത്തിനുമായിട്ട് എന്തെല്ലാം പദ്ധതികളാണ് ആസൂത്രണം? ഇപ്പോൾ ആദ്യത്തെ ഞങ്ങളുടെ ഓൺ ക്യാമ്പസ്, അത് മുണ്ടയ്ക്കൽ വില്ല എടുത്തു. കഴിഞ്ഞ ഗവൺമെൻറ് പൈസ 26 കോടി ഒന്ന് സ്ഥലം വാങ്ങിച്ചു, ഡയറക്റ്റ് പർച്ചേസ്. കൊല്ലത്ത് തന്നെയാണ്. ഇപ്പം 90 കോടി രൂപ പിന്നെ ഹയർ പവർ കമ്മിറ്റി അപ്രൂവ് ഈ ബഡ്ജറ്റിൽ പൈസ ഇട്ടിട്ടുണ്ട്. നമ്മളതിൻ്റെ തറക്കല്ലിടും. അതാണ് ആദ്യമേ ചെയ്യാൻ പോകുന്നത്. അതിനകത്ത് ഒരുപാട് ഫെസിലിറ്റി ഇതെന്ന് പറഞ്ഞാൽ അതിനകത്ത് സ്പോർട്സ് ഫെസിലിറ്റീസ് ഉണ്ട്, നല്ലൊരു നോളജ് സെൻ്റർ ഉണ്ട്, ലൈബ്രറി കം നോളജ് സെൻ്റർ ഉണ്ട്, ഒരു പ്രിൻറ്റിംഗ് പ്രസ് ഉണ്ട് നമ്മൾ തുടങ്ങാൻ വേണ്ടി. പിന്നെ നമ്മൾ ഒരുപാട് ഇന്നോവേറ്റീവ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ ഈ സെൻറ്റർ ഫോർ സസ്റ്റൈനബിലിറ്റി സ്റ്റഡീസ്, സെൻറ്റർ ഫോർ വുമൺ സ്റ്റഡീസ്, അങ്ങനെ റീസെൻ്റായിട്ട് പിന്നെ സെൻറ്റർ ഫോർ ഇന്നോവേറ്റീവ് ഇനിഷ്യേറ്റീവ്സ്, പിന്നെ സെൻറ്റർ ഫോർ AI എണ്ണം തുടങ്ങാൻ പരിപാടി ഇടുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പുതിയ സെൻറ്റേഴ്സ് നമ്മൾ തുടങ്ങുന്നത്. ഇവിടെല്ലാം മെയിൻലി നമ്മൾ സ്കില്ലിന് ഇമ്പോർട്ടൻസ് കൊടുത്തും ഈ സസ്റ്റൈനബിലിറ്റി സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ UN-ൻ്റെ സസ്റ്റൈനബിലിറ്റി ഇതുണ്ടല്ലോ അതിൻ്റെ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ഈ വർഷം തന്നെ ഇതെല്ലാം തുടങ്ങുന്നുണ്ട്. പിന്നെ ഒരുപാട് സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ പ്രോഗ്രാം തുടങ്ങുന്നുണ്ട്. നേരത്തെ പറഞ്ഞില്ലേ ഈ ഇൻഡസ്ട്രിയായിട്ട് ചേർന്നിട്ട് ഇപ്പോൾ IBM-ഓട് ചേർന്ന് നമ്മളൊരു സെൻറ്റർ ഓഫ് എക്സലൻസ് തുടങ്ങാൻ പോകുക. ഗൂഗിളും IBM-ഉം കൂടെ അത് അസോസിയേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ ഡിസ്കഷൻ ഒരു സ്റ്റേജ് കഴിഞ്ഞു. ഇനി ഗൂഗിളുമായിട്ടൊരു മീറ്റിംഗ് അവരുമായിട്ട് ചേർന്ന ഒരു സെൻറ്റർ ഓഫ് എക്സലൻസ് നമ്മൾ തുടങ്ങാം. ഓൺലൈൻ എഡ്യൂക്കേഷൻ തുടങ്ങാൻ ഒരു ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം ആൾറെഡി ഡെവലപ്പ് ചെയ്തു. പിന്നെ AI VR വെച്ച് അല്ലെങ്കിൽ മെറ്റാവേഴ്സ് വെച്ചിട്ട് ഒരു വിർച്വൽ ലാബ്സ് ഉണ്ടാക്കാൻ പോകാൻ. അത് നമുക്കന്നേരം സയൻസ് ലാബ് ഇപ്പോൾ റിയലായിട്ട് ലാബ് ചെയ്യുന്നതിനെക്കാട്ടിയും കുട്ടികൾക്ക് എവിടെ ഇരുന്നാലും ഇതിനകത്ത് റിപ്പീറ്റഡായിട്ട് ചെയ്തു നോക്കാനുള്ള ഒരു വിർച്വൽ ലാബ് കൺസെപ്റ്റ് നമ്മൾ അതിൻ്റെ സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിയുമ്പോൾ നമ്മളിതെല്ലാം സയൻസ് സബ്ജക്റ്റും എല്ലാം തുടങ്ങി. ഇതൊരു മോഡേൺ ഡിജിറ്റലി എനേബിൾഡ് പബ്ലിക് വൺ ഓഫ് ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി കമ്പയർ വിത്ത്. ഈ സർവകലാശാല ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു സ്ഥാപനമായി ഉയർത്തുകയാണ്. അതാണ് ലക്ഷ്യം. അതെന്ന് വെച്ചാൽ നമ്മുടെ ആക്ട് തന്നെ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഫോറിൻ യൂണിവേഴ്സിറ്റിയായിട്ട് അക്കാഡമിക് കൊളാബറേഷൻ. അപ്പോൾ ഞാൻ 2-3 ഇങ്ങനെ സംസാരിച്ചു. അപ്പോൾ നമുക്ക് ഈ ഓൺ ഫെസിലിറ്റീസ് ഒന്ന് സിസ്റ്റമായി വരാത്തതുകൊണ്ടും ഇനി മാൻ പവറിൻ്റെ ഷോർട്ടേജ് കൊണ്ട് അത് ഡിലേ പോകുന്നത്. 2-3 യൂണിവേഴ്സിറ്റിയായിട്ട് ഞാൻ ഇങ്ങനെ അപ്രോച്ച് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അതൊരു അന്താരാഷ്ട്ര അവരുമായിട്ട് കൊളാബറേഷനുമായിട്ട് ജോയിൻ്റായിട്ട് പ്രോഗ്രാം ചെയ്യാനും ഈ ഫാക്കൽറ്റി എക്സ്ചേഞ്ച്, റിസർച്ച് കൊളാബറേഷൻ, പ്രോജക്റ്റ് ഇമ്മീഡിയറ്റായിട്ട് ഈ വർഷം നവംബറിൽ ഖത്തർ യൂണിവേഴ്സിറ്റി, മലേഷ്യയുടെ ഒരു യൂണിവേഴ്സിറ്റി ഞങ്ങൾ കൂടെ ചേർന്നിട്ട് ഒരു ഇൻ്റർനാഷണൽ സെമിനാർ ഓർഗനൈസ് ഈ ഡിജിറ്റൽ ടെക്നോളജിയിൽ. അത് ആൾറെഡി ഡിസ്കഷൻ കഴിഞ്ഞാൽ അത് ഫിക്സ് ചെയ്ത് ഇതുപോലെ പല യൂണിവേഴ്സിറ്റിയായിട്ട് ടീമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അതുപോലെ ഒരുപാട് യൂണിവേഴ്സിറ്റിയായിട്ട് ഭാവിയിൽ ചെയ്യണം. ഈ അടുത്ത 5 വർഷത്തിനുള്ളിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ദർശനവും അതിൻ്റെ ലക്ഷ്യങ്ങളും എന്താണ്? ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ്? ഒരു ഇൻ്റർനാഷണലി അക്ലൈൻഡ് ഡിജിറ്റലി എനേബിൾഡ് ഒരു ഫ്ലെക്സിബിൾ ഡൈനാമിക് ലേണർ സെൻട്രിക് യൂണിവേഴ്സിറ്റിയാക്കി മാറ്റിയെടുക്കാം. ഓക്കെ. ഇപ്പം നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ഒരുപക്ഷെ പല രീതിയിലുള്ള സംശയങ്ങളുണ്ടാവാം. അതുപോലെ തന്നെ അവരോട് ഒക്കെ സാറിന് പറയാനുള്ള എന്താണ്? ഈ ലൈഫ് ലൈൻ ലേണിംഗ് ആണ് ചെയ്യേണ്ടത്. നിങ്ങൾ ഒരിക്കലും ഒരു പഠിത്തം മരിക്കുന്നവരെ പഠിക്കേണ്ടത്. പിന്നെ ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യുക, എല്ലാത്തിനെ പറ്റി അറിയണം.
ചൈൽഡ് ലൈഫ് ക്യൂരിയോസിറ്റി എന്നാണ് പറയുന്നത്. മരിക്കുന്നവരെ ചൈൽഡ് ലൈഫ് ക്യൂരിയോസിറ്റി ഉണ്ടാക്കുക, ഒരു കണ്ടിന്യൂസ് ലേണിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ ചേഞ്ചസ് ആർ വെരി ഫാസ്റ്റ്. പിന്നെ ടെക്നോളജി ജീവിതത്തിൻ്റെ ഒരു പാർട്ടാക്കുക. റെക്കഗ്നേഷൻ ഓഫ് ഹയർ ലേണിംഗ്. നമ്മുടെ കേരളത്തിൽ ഒരുപാട് പാരമ്പര്യ നോളജ്, ഇപ്പോൾ ആയുർവേദം, ഈ കളരിപ്പയറ്റ്, അതുപോലെ ഈ നാട്ടുവൈദ്യം, ജ്യോത്സ്യം, അപ്പോൾ അവർക്കൊന്നും 40 വർഷമൊക്കെ ആയിട്ട് അവർക്കൊന്നും ഒരു സർട്ടിഫിക്കറ്റ്, ഒരു റെക്കഗ്നേഷൻ കിട്ടുന്നത്. അപ്പോൾ അവരെ പ്രീവിയസ് നോളജ് റെക്കഗ്നൈസ് ചെയ്ത് അവരെല്ലാം ഒരു സർട്ടിഫിക്കറ്റ്, നമ്മളൊരു അക്കാഡമി, ഒരു സിലബസ്, ഒരു അക്കാഡമിക് ഫ്രെയിം ഉണ്ടാക്കും. അതിലോട്ട് അവരുടെ നോളജ് വെച്ചിട്ട് ഒരു ഇവാലുവേഷൻ നടത്തിയിട്ട് അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പോകും. അപ്പോൾ അവർക്ക് ഈ നാട്ടുവൈദ്യം അല്ലെങ്കിൽ ആയുർവേദമൊക്കെ പഠിച്ചവർക്ക് ഒരു റെക്കഗ്നേഷൻ കിട്ടും. അവർക്ക് ഇപ്പോൾ ഏറ്റവും വലിയ പ്രോബ്ലം ഫേസ് ചെയ്യുന്നത് അത് നമ്മളിപ്പോൾ ഇംപ്ലിമെൻ്റ് അതിൻ്റെ ഫ്രെയിം വർക്കായി വരുന്നുണ്ട്. സെൻട്രൽ ഗവൺമെൻറ് അതിൻ്റെ ഗൈഡ് ലൈൻസ് എല്ലാം ഇറക്കിയിടും, നമ്മളത് ചെയ്യുകയാണ്. അപ്പോൾ ഈ വർഷത്തെ കോഴ്സുകൾ അഡ്മിഷൻ ഇപ്പം നടപടിക്രമം തുടങ്ങിക്കഴിഞ്ഞല്ലേ? ജൂലൈ 31 ലാസ്റ്റ് ഡേറ്റ്. ജൂലൈ 31 ലാസ്റ്റ് ഡേറ്റ് അല്ലേ? പക്ഷേ നമ്മൾ 1.25 ലക്ഷത്തോളം സ്റ്റുഡൻസിനെ പ്രതീക്ഷിക്കുന്നുണ്ട് ടോട്ടൽ നമ്മുടെ എൻറോൾമെൻറ്റ്. പിന്നെ നമ്മൾ ഒരു കോഴ്സ് കൂടെ ഉണ്ട്, ഒരു BA നാനോ എൻ്റർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞ് ഒരു കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. അതായത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു യൂണിവേഴ്സിറ്റി ഗ്രാജുവേറ്റ് ലെവലിൽ എൻ്റർപ്രണർഷിപ്പ് പോകുന്നത്. PG ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കുടുംബശ്രീ അല്ലെങ്കിൽ ഇതുപോലുള്ള ആൾക്കാർ ചെറിയ ചെറിയ ബിസിനസ് ഉണ്ട്. അപ്പോൾ ഈ കോഴ്സിന് പഠിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ വലുതാക്കാൻ പറ്റുന്നുള്ള കംപ്ലീറ്റ് മാർക്കറ്റിംഗ് ഉണ്ട്, ഓപ്പറേഷൻസ്, ടെക്നോളജി, ഫിനാൻസ്, ബാലൻസ് ഷീറ്റ് എങ്ങനെ ചെയ്യുന്ന, ഒരു പ്രോഫിറ്റ് ലോട്ട് എങ്ങനെ ചെയ്യുന്നത്, അതെങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബാങ്കിൽ എങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ട്, ഏതൊക്കെയാണ് ഫണ്ടിങ് സോഴ്സ്, അങ്ങനെയുള്ള അതിനകത്ത് ഇൻറ്റേൺഷിപ്പും എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്, പ്രോജക്റ്റും എല്ലാം ഉണ്ട്. അത് കഴിക്കുമ്പം അത് കിട്ടും. അത് കൂടാതെ അവർക്കൊരു ഡിഗ്രിയും കൂടെ കിട്ടും. നാളെ ഏതെങ്കിലും ഒരു ഡിഗ്രി വെച്ചുള്ള ഓപ്ഷൻ വരുമ്പോൾ അവരെ ജീവിതം വേറെ നിലയിലോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതല്ല, പുതിയ ബിസിനസ്സുകാർ തുടങ്ങുന്നവർക്ക് ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു ഗ്രാജുവേറ്റ് ലെവലിൽ ഒരു എൻ്റർപ്രണർഷിപ്പ് പ്രോഗ്രാം യൂണിവേഴ്സിറ്റി ലെവലിൽ തുടങ്ങുന്നത്. UGC അപ്രൂവ്ഡ് മോഡ് എന്ന് പറയുന്നത് ഒന്ന് റെഗുലർ മോഡ്, ഒന്ന് ഞങ്ങൾ നടത്തുന്ന ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ മോഡ്, ഒന്ന് ഓൺലൈൻ മോഡ്. ഈ 3 മോഡേ ഉള്ളൂ UGC അപ്രൂവ്ഡ്. അപ്പം കുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒരു ഏത് കോഴ്സിന് എവിടെ ആയാലും ഏത് യൂണിവേഴ്സിറ്റി, ഇത് ഒത്തിരി പേർക്ക് അബദ്ധം വരുന്നുണ്ട്, ജോയിൻ ചെയ്താൽ UGC അപ്രൂവ്ഡ് മോഡാണോ എന്ന് നോക്കണം. അതിൽ പഠിച്ചില്ലെങ്കിൽ ഡിഗ്രി ഇൻവാലിഡ്. ഇപ്പം പ്രൈവറ്റ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ് പല ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നുണ്ട്. പക്ഷെ അത് ശരിക്കും ഇന്നലെ ഒരു RT എനിക്ക് റിപ്ലൈ കിട്ടിയിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മോഡില്ല. അതിൽ പഠിക്കുന്ന കുട്ടികളുടെ സർട്ടിഫിക്കറ്റ് ഇൻവാലിഡ്. എന്ത് മോഡായിരുന്നു? പ്രൈവറ്റ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട്. പ്രൈവറ്റ് രജിസ്ട്രേഷൻ മോഡ്. അത് ശരിക്കും ഇപ്പോൾ ഒരുപാട് പേര് ഇതിൻ്റെ പിന്നിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ തട്ടിപ്പ് നടക്കുന്നതുകൊണ്ട് UGC ഒരു പുതിയ റൂള് കൊണ്ടുവന്നിട്ടുണ്ട്. സർട്ടിഫിക്കറ്റിൻ്റെ പുറവിന് ഏത് മോഡിലാണ് ഡെലിവറി ചെയ്യുന്നത്, ഇപ്പോൾ ഓപ്പൺ ആണെങ്കിൽ അത് വെക്കണം, ഡിസ്റ്റൻസ് ആണെങ്കിൽ അത് വെക്കണം, വേറെ ഏതെങ്കിലും മോഡാണെങ്കിൽ അത് വെക്കണമെന്നും പറഞ്ഞിട്ട് സ്ട്രിക്റ്റ് റൂള് കൊണ്ടുവന്നിട്ടുണ്ട്. ഡിഗ്രി സർട്ടിഫിക്കറ്റിൻ്റെ പുറകിൽ ഏത് മോഡിലാണ് പഠിച്ചതെന്നുള്ളത്. കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾ ഏത് കോഴ്സിനും ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചാലും അത് വാലിഡ് ആണോ, റെക്കഗ്നൈസ്ഡ് ആണോ നോക്കിയിട്ട് പഠിക്കാവുള്ളൂ. അപ്പം നിരവധി യുവതി യുവാക്കൾ ഇതുപോലെ അവരുടെ നല്ല സമയത്ത് പഠിക്കുന്ന സമയത്ത് ഉന്നത വിദ്യാഭ്യാസത്തിന് അവസരം ലഭിക്കാതെ വേറെ ഏതെങ്കിലും ജീവിതമാർഗം തേടിപ്പോയ ആൾക്കാരൊക്കെ ഒരുപാട് പേരുണ്ട് നമ്മുടെ നാട്ടിൽ. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് നല്ലൊരു അവസരമാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പ്രദാനം ചെയ്യുന്നത്. അത് അവർ എല്ലാവരും പ്രയോജനപ്പെടുത്തുക. താങ്കൾ ഇവിടെ വരികയും ഇത്രയും കാര്യങ്ങൾ വളരെ വിശദമായിട്ട് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്തു. താങ്കളോട് ആകാശവാണിയുടെയും അതുപോലെ തന്നെ നമ്മുടെ ശ്രോതാക്കളുടെയും പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. നമസ്കാരം. താങ്ക് യു സർ. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് വൈസ് ചാൻസലറിനെ നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ 9847220016. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ VP ജഗതിരാജുമായി G സന്തോഷ് കുമാർ നടത്തിയ അഭിമുഖമാണ് നേർമൊഴിയിൽ കേട്ടത്. നേർമൊഴി സമാപിക്കുന്നു.